ക്രിസ്തു പ്രകാശത്തിൻ്റെ മക്കളാകുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ള ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷങ്ങളുടെ സുവിശേഷമായ യോഹന്നാന്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചിന്തകൾ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 3 പാദങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. പുത്രനായ ദൈവത്തെ അയക്കുന്നതിൻ്റെ ഉദ്ദേശം. ലോകത്തെ രക്ഷിക്കുവാൻ മൂശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ പോലെ ഉയർത്തപ്പെടുവാൻ വേണ്ടി അവനിലേക്ക് നോക്കുന്നവരെല്ലാം മരണത്തിൽ നിന്നും ജീവനിലേക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി രക്ഷിക്കുവാനും നിത്യജീവൻ നൽകുവാനും വേണ്ടി കടന്നു വന്നവനാണ് കർത്താവായ യേശുനാഥൻ. നിത്യജീവൻ ഒരു സമ്മാനമായാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. എന്തിനുള്ള സമ്മാനമാണ്? അനുസരണയ്ക്കുള്ള സമ്മാനമാണ് നിത്യജീവൻ. ഏറ്റവും വലിയ ആത്മീയത അനുസരണമാണ്. ഏറ്റവും വലിയ വിശ്വാസ ജീവിതം തകരുവാനുള്ള ഏക കാരണം ഈ അനുസരണം ഇല്ലാത്ത അവസ്ഥയാണ്. അത് ആദ്യ പാപം മുതൽ ഈ നിമിഷം വരെയും സത്യം തന്നെ. രണ്ടാമതായി, ദൈവത്തിനും മനുഷ്യനും വേണ്ടി ഭൂമിയിൽ സ്വർഗം പണിയുവാൻ കർത്താവ് വന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഈ ഭൂമിയിൽ ദൈവത്തിനും മനുഷ്യനുമായി ഒരു സ്ഥലമൊരുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് കടന്നു വന്നത്. ഒരു ബന്ധം സ്ഥാപിക്കുവാൻ, ഒരു സ്നേഹം തീർക്കുവാൻ, ഒരു ത്യാഗത്തിൻ്റെ അർത്ഥം പറയുവാൻ, യഥാർത്ഥ സ്വർഗത്തിൻ്റെ വഴി ആകുവാൻ, ബുദ്ധിക്ക് അതീതമായ വിശ്വാസത്തിൻ്റെ ഇടം തീർക്കുവാൻ കടന്നു വന്നവൻ യേശുനാഥൻ. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് അതുകൊണ്ട് തന്നെ ഒരു അനുദിനമുള്ള അഥവാ ദൈനംദിനമുള്ള ഇഷ്ടവും തിരഞ്ഞെടുപ്പും പ്രക്രിയയുമാണ്. നമ്മെ നമ്മുടെ താല്പര്യങ്ങളിൽ മുഴുകുന്നതിലും അധികം ദൈവത്തിന് സമർപ്പിക്കുന്ന, ദൈവരാജ്യത്തെ അന്വേഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ക്രിസ്തു വിശ്വാസം. ഇതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്ന ആത്മീയ ഇടം. യേശുവിൻ്റെ സ്വർഗത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഒരു സ്ഥലം ഒരുക്കുവാൻ ഈ ഭൂമിയിൽ കർത്താവ് വന്നു. മൂന്നാമതായി, ശിക്ഷാവിധി ഇല്ലാതെയാകുവാൻ വേണ്ടി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തേക്കാൾ അധികമായി മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിച്ചു എന്നതാണ് ശിക്ഷാവിധി. യേശുവിൻ്റെ വരവ് ഒരു ഇരുണ്ട സ്ഥലത്ത് വെളിച്ചം കൊണ്ടുവരുന്നത് പോലെയാണ്. വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും വൈരുദ്ധ്യം എപ്പോഴും തീവ്രമാണ്. യേശുവിൻ്റെ ലോകത്തിലേക്കുള്ള വരവ് 4 വൈരുദ്ധ്യ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. 1. അപലപിക്കുകയും രക്ഷിക്കുകയും ചെയ്യുക. 2. വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക. 3. ഇരുട്ടിൽ താമസിച്ച് വെളിച്ചത്തിലേക്ക് വരിക. 4. തിന്മ ചെയ്യാതിരിക്കുകയും സത്യമായത് ചെയ്യുകയും ചെയ്യുക. ഈ വൈരുദ്ധ്യങ്ങൾ നമ്മുടെ ഇരുണ്ട പ്രപഞ്ചത്തിലേക്ക് ക്രിസ്തു പ്രകാശം വരുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന ദൈവ യാഥാർത്ഥ്യങ്ങളാണ്. ദൈവസ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് നമുക്ക് ഈ തപസ്സുകാലത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് വളരാം, യാത്ര ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പനെന്റെ ആശ്രയമല്ലേ, അപ്പനെന്റെ കൂടെ അതില്ലേ, അപ്പനല്ലാതാരുമതില്ലേ, അപ്പനവൻ ക്രൂശിതനായി, അപ്പനെന്റെ രക്ഷകനായി, അപ്പനെന്റെ സ്നേഹിതനായി. അപ്പനെന്റെ ആശ്രയമല്ലേ, അപ്പ
ലോകസുഖമായയിൽ ഞാൻ പാപിയായി വീണുപോയി. പാപിയായൊരെന്നെ നാഥൻ പ്രാണനോടു ചേർത്തതോ. ഈ ലോകത്തിൻ മോഹമെല്ലാം മിഥ്യയല്ലേ നാഥനേ. ഈ ലോകത്തിൻ മോഹമെല്ലാം മിഥ്യയല്ലേ നാഥനേ. പാപത്തിൻ്റെ വീഥികളിൽ പോയിടില്ല ഞാനിനി. പാരിടത്തിലേശു മാത്രം ആശ്രയമായി കൂടെയാ. അപ്പനെൻ്റെ ആശ്രയമല്ലേ, അപ്പനെൻ്റെ കൂടെ അതില്ലേ. അപ്പനല്ലാതാരുമതില്ലേ. അപ്പനവൻ ക്രൂശിതനായി, അപ്പനെൻ്റെ രക്ഷകനായി, അപ്പനെൻ്റെ സ്നേഹ